ചന്ദ്രകാന്തം നമ്മുടെ പിങ്കിയെ നെഗറ്റീവ് അടിച്ച് കൊല്ലിക്കാനുള്ള ശ്രമം തന്നെയാട്ടോ. ഭയങ്കര നെഗറ്റീവ് റോൾ ആക്കുന്നുണ്ട് നമ്മുടെ പിങ്കി. ഇപ്പോൾ നമ്മുടെ പിങ്കിയെ നമ്മുടെ ഇതിവരത്തിൽ നിന്നും പടിയിറക്കുന്നുണ്ട് നമ്മുടെ വല്യമ്മ. വേറെ ഒന്നും നമ്മുടെ നന്ദയുടെ കുഞ്ഞിനെ ശപിച്ചില്ലാതാക്കിയതിന് നമ്മുടെ വല്യമ്മ വസുന്ധര ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി അവൾ ഒരു നിമിഷം പോലും ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മ തന്നെ തള്ളി പുറത്താക്കിയിട്ട് ദിവരം വീടിന് വാതിലിൽ നിന്ന് തള്ളി പുറത്താക്കിയിട്ട് വാതിലിങ്ങനെ കൊട്ടിയടക്കുന്ന രംഗം കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പഴയ പിങ്കി, അതേപോലത്തെ ആ ഒരു രൂപവും ഭാവത്തിലൊക്കെ ഉള്ള ഒരു പിങ്കി കേട്ടോ. ആ ഒരു പക ഇപ്പം നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ചെയ്ത് എങ്ങനെ നശിപ്പിക്കണം, ആ നന്ദയ്ക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകരുത് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമുള്ളൂ നമ്മുടെ പിങ്കിക്ക്. പഴയതിൻ്റെ ആ ഒരു 10 ഇരട്ടിയല്ല 100 ഇരട്ടി പകയായിട്ട് വളർന്നിരിക്കുക നമ്മുടെ പിങ്കിക്ക് ഇപ്പം നന്ദയോടട്ടോ. പിന്നെ എന്തായിരിക്കും പിങ്കിയുടെ ലക്ഷ്യം? നന്ദയെ പടിപടിയായി നശിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. പോരാത്ത തന്നെ നമ്മുടെ ഗൗതമിൻ്റെ മേലെ ആ ഒരു പഴയ പ്രണയം നമ്മുടെ പിങ്കിക്ക് ഉടലെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ കഥ ഭയങ്കരമായിട്ട് ബോറായി പോകും അല്ലെ പ്രേക്ഷകരെ. നമ്മുടെ ഗൗതമിൻ്റെ പുറകെ പിന്നെയും നടക്കുന്ന പിങ്കിയെ നമുക്കിനി വിചാരിക്കാൻ പോലും സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല. അത്രയ്ക്ക് നമ്മുടെ അർജുൻ പിങ്കി ആ ഒരു പേര് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയതാണ്. അപ്പം ഇനി പിങ്കി നമ്മുടെ ഗൗതമിൻ്റെ പുറകെ പോകുകയാണെങ്കിൽ കഥ ഭയങ്കരമായിട്ട് ബോറാകും. എന്തായാലും അങ്ങനത്തെ സിറ്റുവേഷനിലോട്ടൊന്നും പോകാതെ കഥ വേഗം ഒന്ന് നിർത്തിയാൽ ഇതിലും ഭേദമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ പ്രേക്ഷകരങ്ങൾ കൊല്ലുന്നത് തന്നെയാണ് നല്ലത്. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരെന്തൊക്കെയായിരിക്കും ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.